അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഒരാഴ്ചകളായി സോഷ്യൽ മീഡിയകളിലും വാർത്തകളിലൊക്കെ വന്ന ഒരു വിഷയമാണ് ഉംറ യാത്രാർത്ഥികളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ. അത് ഏകദേശം അൽഹംദുലില്ലാ വിഷയങ്ങളൊക്കെ കഴിഞ്ഞ് ഹാജിമാരൊക്കെ നാട്ടിലെത്തി അതിന്റെ സർവീസിന്റെ ആളുകൾ ക്ഷമ ചോദിക്കുകയും എല്ലാം കഴിഞ്ഞപ്പോൾ KCF-ന്റെ പ്രവർത്തകന്മാർ ചെയ്ത ചില പ്രവർത്തനങ്ങൾ അത് എന്ത് ചെയ്തു എന്ന് ചോദിക്കപ്പെടുന്ന രീതിയിൽ സോഷ്യൽ മീഡിയകളിൽ വന്നതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ മാത്രമാണ് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. എവിടെ മുതൽ KCF-ന്റെ നേതാക്കൾ ഈ സംഘവുമായി ബന്ധപ്പെട്ടു, എവിടെ വരെ ഉണ്ടായിരുന്നു എന്ന് മാത്രം ഇവിടെ പറഞ്ഞ് ഇൻഷാ അല്ലാഹ് ഒന്ന് രണ്ട് ആർട്ടിക്കിളുകളും ചില വോയിസുകളും നമ്മുടെ സംഘടനക്കെതിരായി വന്നതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ വരാൻ കാരണം. എവിടെയാണ് ഇതിന്റെ തുടക്കം? ആദ്യമായി നമ്മുടെ പ്രവർത്തകരിൽപ്പെട്ട മദീനയിലെ അബൂബക്കർ ഉസ്താദിനാണ് 30/12/2024 തിങ്കളാഴ്ച 8:30 9:30 ഇടയിലാണ് ആദ്യമായി കോൾ വരുന്നത്. കാരണം ഹജ്ജാജികൾ വന്ന ആ സംഘകുടുംബത്തിലെ പെട്ട ഒരാളുടെ കുടുംബക്കാരന് നമ്മുടെ പ്രവർത്തകനാണ്. അദ്ദേഹമാണ് ഉസ്താദിനെ വിളിക്കുന്നതും ഉസ്താദ് പെട്ടെന്ന് അവിടെ ആ ഹോട്ടലിൽ എത്തുകയും അവിടുത്തെ കാര്യങ്ങൾ അന്വേഷിച്ചു നോക്കുമ്പോൾ 160ഓളം 4 എക്സ്ട്രാ അമീറുകളോടൊപ്പം 160ഓളം ആളുകളാണ് ആ സംഘത്തിലുണ്ടായിരുന്നത്. അവരുമായി ഉസ്താദ് അവിടെ ബന്ധപ്പെടുകയും സംസാരിക്കുമ്പോൾ കേട്ടപ്പോൾ അവർ പറഞ്ഞു, ഇന്ന് ഉച്ചയോടുകൂടെ നമ്മുടെ ഈ റൂമിന്റെ കാലാവധി കഴിയുകയാണ്, നമുക്കിനി റൂമില്ല, നമ്മുടെ അമീറാണെങ്കിൽ നാട്ടിലാണ് എന്ന് പറയാൻ കേൾക്കുന്നു, അതുപോലെ തന്നെ ഭക്ഷണത്തിന്റെ വ്യവസ്ഥയില്ല, എന്ത് ചെയ്യണമെന്നറിയില്ല എന്ന് പറഞ്ഞ് ഒരുപാട് വയസ്സായ ആളുകളും ഒരുപാട് രോഗികളും മക്കളൊക്കെ ഉണ്ടായിരുന്ന ഒരു സംഘമായിരുന്നു 160ഓളം വന്ന ആളുകൾ. പെട്ടെന്ന് ഉസ്താദ് മറ്റുള്ള 4-5 പ്രവർത്തകന്മാരെ അവിടെ വിളിക്കുകയും അതേപോലെ തന്നെ പെട്ടെന്നുള്ള ആദ്യമായി ഉച്ചഭക്ഷണത്തിനുള്ള തയ്യാറെടുപ്പ് നടത്തുകയും ഉസ്താദ് നിരന്തരമായി അവിടുത്തെ എംബസിയിലെ ആൾക്കാരും അതുപോലെ തന്നെ പോലീസും അവിടെ എത്തുകയും ഏജന്റുമാരെ വിളിക്കുകയും അവരുമായി സമൃദ്ധമായ നിരന്തരമായ ബന്ധപ്പെടലിലൂടെ അന്ന് ഉസ്താദിന്റെ നിരന്തരമായ ബന്ധപ്പെടലിലൂടെ പിറ്റേന്ന ഒരു ദിവസം വരെ നീട്ടിക്കിട്ടുകയും അവിടുത്തെ ഹോട്ടലിലെ ആളുകൾക്ക് അതിന് ഉറപ്പ് കൊടുക്കുകയും ചെയ്യുകയും പിന്നീട് ഉച്ചഭക്ഷണം അവർക്ക് ഉണ്ടാക്കി കൊടുത്തു. അതുപോലെ തന്നെ അവിടുത്തെ ഒരു KMCC-യുടെ പ്രവർത്തകനും കാറ്ററിംഗിന്റെ പ്രവർത്തകനുമായ ഒരു ചെറുപ്പക്കാരൻ രാത്രിത്തെ ഭക്ഷണത്തിന് ഏറ്റെടുക്കുകയും അങ്ങനെ രാത്രി ഭക്ഷണം കൊടുക്കുകയും ചെയ്തു. പിന്നീട് രാവിലത്തെ ഭക്ഷണത്തിന് തയ്യാറെടുപ്പ് ഉണ്ടാകുമെന്ന് കരുതി KCF നമ്മുടെ പ്രവർത്തകന്മാർ ഒന്നും ചോദിക്കാത്തതുകൊണ്ട് രാവിലത്തെ ഭക്ഷണം നഷ്ടപ്പെട്ടപ്പോൾ 10 മണി സമയത്ത് രാവിലത്തെ ഭക്ഷണം എത്തുകയും പിന്നീട് അവിടെ നോക്കിയപ്പോൾ ഏകദേശം 5-6 ആളുകൾ ഹാജിമാർ രോഗികളായി വല്ലാത്ത അവസ്ഥയിലായിരുന്നു. പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കാൻ വേണ്ടി ചില KMCC-യുടെ പ്രവർത്തകന്മാരും നമ്മുടെ പ്രവർത്തകന്മാരെ കൂടെ സഹായത്തിന് വരികയും ഉണ്ടായി. അങ്ങനെ പെട്ടെന്ന് അവരെ ഹോസ്പിറ്റലിൽ എത്തിച്ചു. ഒരാൾ അല്പം സീരിയസ് ആയതുകൊണ്ട് അദ്ദേഹത്തെ ICUയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു. പിന്നീടാണ് രണ്ടാമത്തെ ഒരു സംഭവം അവിടെ നടക്കുന്നത്. രോഗികളെ ഹോസ്പിറ്റലിൽ എത്തിച്ചതിനു ശേഷം നമ്മുടെ പ്രവർത്തകന്മാരും അതുപോലെ തന്നെ എംബസിയുടെ ആളുകളും പോലീസൊക്കെ വന്ന് വേണ്ട ഇതൊക്കെ ചെയ്തു തരാമെന്ന് പറഞ്ഞെങ്കിലും ഇതിന്റെ ചീഫ് അമീറായിരുന്ന അഷ്റഫ് മുസ്ലിയാർ ബർപുഞ്ചയെ ബന്ധപ്പെടാൻ നോക്കിയപ്പോൾ അദ്ദേഹത്തിന് കിട്ടാതെയും പിന്നീട് അവിടുത്തെ ഏജന്റുകളായ ആളുകൾ നിരന്തരമായി അദ്ദേഹത്തെ സമ്പർക്കത്തിൽ നടത്താൻ നോക്കിയപ്പോൾ അവസാനം എന്തോ ചെറിയൊരു സമ്പർക്കം ഉണ്ടായിരുന്നു. അങ്ങനെ അവർ അത് ഏറ്റെടുത്തു, ടിക്കറ്റ് എടുത്ത് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ആദ്യമായി ബസ് വിടുന്നത് വൈകുന്നേരം 3:30 മണിക്കാണ്. പക്ഷെ അവർ ടിക്കറ്റ് എടുത്തുള്ളത് പിറ്റേ ദിവസം രാവിലെ 5:50 ദമാമിലെ എയർപോർട്ടിൽ നിന്നാണ്. 3:30 മണിക്ക് ബസ് വിട്ടാൽ ഇവിടുത്തെ രാവിലത്തെ 3:30 മണിക്ക് എത്തണം എന്നാണ് ഇതിന്റെ നിർബന്ധം. കാരണം ഫ്ലൈറ്റ് ഇന്റർനാഷണൽ ആയതുകൊണ്ട് 5:50 ഫ്ലൈറ്റ് വിടുമ്പോൾ നേരത്തെ തന്നെ ഇവിടെ എത്തണം. പക്ഷെ അവിടെ തന്നെ നമ്മുടെ പ്രവർത്തകന്മാർ പറഞ്ഞു 3:30 വിട്ടാൽ എത്താൻ പ്രയാസമുണ്ടാകും എന്ന് സൂചിപ്പിച്ചിരുന്നു. എന്നാലും ഏജന്റുമാരുടെയും മറ്റൊക്കെ സമ്മർദ്ദം കൊണ്ട് അത് ഡ്രൈവറെ ഏൽക്കുകയും അവരെ യാത്ര ഇങ്ങോട്ട് തിരിക്കുകയും ചെയ്തു. ആ സമയത്ത് 15-16 മണിക്കൂറുകളോളം യാത്ര ചെയ്യുന്ന യാത്രക്കാർക്ക് ഹജ്ജാജികൾക്ക് ഭക്ഷണത്തിന്റെ സൗകര്യം എവിടെയും ഇല്ലാതെ വന്നപ്പോൾ നമ്മുടെ KCF ഗസീം സോണിന്റെ പ്രവർത്തകന്മാർ KCF സൗദി രാഷ്ട്രീയ സമിതിയുടെ പ്രധാന കാര്യദർശി സ്വാലി ബില്ലാരുടെ നേതൃത്വത്തിൽ ഗസീം സോൺ അവിടെ രാത്രി ഭക്ഷണം തയ്യാറാക്കുകയും ഹൈവേയിലേക്ക് തന്നെ കൊണ്ടുവന്ന്, ഗസീമാണെങ്കിൽ ബുറൈദ എന്ന് പറയുന്ന സ്ഥലം ഹൈവേയിൽ നിന്ന് കുറച്ച് കിലോമീറ്റർ അകലെയാണ്, അവിടുന്ന് അവര് വണ്ടിയായി ഹൈവേയിലേക്ക് ഒരു പമ്പിലേക്ക് കൊണ്ടുവന്ന്
ബസ് നിർത്തി അവിടുന്ന് ബസ്സിലേക്ക് തന്നെ നേരിട്ട് ഭക്ഷണം കൊടുക്കുകയും 10-20 മിനിറ്റ് കൊണ്ട്, അത് നമുക്ക് സാക്ഷിയായി നമ്മുടെ ആ ബസ്സിന്റെ ഡ്രൈവറുടെ വോയിസ് തന്നെ നമ്മുടെ കയ്യിലുണ്ട്, ആവശ്യം വന്നാൽ കൊടുക്കുന്നതാണ്. 20 മിനിറ്റ് കൊണ്ട് ഭക്ഷണവും അതുപോലെ തന്നെ മറ്റുള്ള ആവശ്യങ്ങൾക്ക് ടോയ്ലറ്റിൽ പോകേണ്ടതൊക്കെ എല്ലാം കഴിഞ്ഞ് 20 മിനിറ്റ് കൊണ്ട് അവിടുന്ന് യാത്ര വീണ്ടും തിരിച്ചു. അങ്ങനെ അതിന്റെ ഇടയിലാണ് നിരന്തരമായി അതിലുണ്ടായിരുന്ന അമീർ അബ്ദുറഹ്മാൻ മുസ്ലിയാർ എന്ന അയാളുമായി അതുപോലെ തന്നെ ഡ്രൈവറുമായി നമ്മുടെ ധമാമിലെ പ്രവർത്തകന്മാർ, ഞാനടക്കമുള്ളവർ അവരോട് ബന്ധത്തിലായിരുന്നു. അതിലുള്ള അമീർ ഓരോ സമയത്തും ലൊക്കേഷനുകളും അതുപോലെ തന്നെ ചില ബോർഡുകളും എനിക്ക് അയച്ചു തന്നിരുന്നു. അതെന്റെ കയ്യിൽ തെളിവായിട്ടുണ്ട്. അവ അങ്ങനെ നിരന്തരമായി വരുമ്പോൾ ഓരോ സമയത്ത് അയക്കുമ്പോൾ നമുക്കത് ഏകദേശം മനസ്സിലാക്കാൻ സാധിച്ചു ഇവരേതായാലും ഇവിടെ എത്തുന്നത് പ്രയാസമാണെന്ന്. എങ്കിൽ തന്നെ അതിൽ ഞങ്ങൾ നിരന്തരമായി ചോദിച്ചിരുന്നു, നിങ്ങൾക്ക് എന്തെങ്കിലും അത്യാവശ്യമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പലരും സംസം കിട്ടിയിട്ടില്ല എന്നുള്ള പരാതി പറഞ്ഞു. പിന്നെ പറഞ്ഞു രാവിലെ എന്തെങ്കിലും ഉണ്ടാക്കണമെന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ ദമാം സോണിലെ പ്രവർത്തകന്മാർ പെട്ടെന്ന് അലർട്ടാവുകയും 10-20ഓളം ബോക്സ് സംസം വെള്ളം തയ്യാറാക്കി വെച്ചു. അതുപോലെ തന്നെ രാവിലത്തേക്കുള്ള എന്തെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ അവിടെ എത്തിപ്പെടാൻ കഴിയില്ല, പിന്നെ ഫ്ലൈറ്റ് മിസ്സാകുമെന്ന് പറഞ്ഞ് അതിലേക്ക് മുതിരാതെ അവരെ ഞങ്ങൾ കാത്തിരുന്നു. ഈ 33 സംഘം അടങ്ങുന്ന ഈ ബസ് ഏകദേശം എത്തുന്നത് വൈകുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയാൽ തന്നെ ഞങ്ങൾ 6:15 എയർപോർട്ടിൽ എത്തിയിരുന്നു. ഞാനും എന്റെ കൂടെ ഉണ്ടായിരുന്നത് നമ്മുടെ സുഹൃത്ത് ബാഷ ഗംഗാവലി, അതുപോലെ തന്നെ മുഹമ്മദ് വലബെട്ടു. ഈ 3 ആളുകൾ നമ്മൾ നേരത്തെ തന്നെ 6:15 എയർപോർട്ടിലെത്തി അവർക്ക് വേണ്ടി സംസം വെള്ളം മറ്റുമായി കാത്തിരുന്നു. ആ സമയത്ത് അവർ പിന്നെ വൈകി എത്തിയത് 7:20 ബസ് എത്തുന്നത്. അതിൽ 33 അംഗ സംഘമുണ്ടായിരുന്നു. അവരെ എയർപോർട്ടിൽ ഞങ്ങൾ സ്വീകരിച്ചു. ഈ 33 ആളുകൾ ടിക്കറ്റൊക്കെ ക്യാൻസൽ ആയതുകൊണ്ട് എവിടെ പോകണമെന്ന് അറിയാതെ ഞങ്ങൾ ആദ്യമായി എയർപോർട്ടിന്റെ പുറത്ത് വരാന്തയിൽ തന്നെ ഒരു ഭാഗത്ത് അവര് സംഘടിപ്പിച്ചിരുത്തി അവർക്ക് വേണ്ടതൊക്കെ വെള്ളം അതൊക്കെ കൊടുത്ത്. ആ സമയത്ത് നമുക്ക് സഹായികളായി ഉണ്ടായിരുന്നത് മദീനയിലെ നമ്മുടെ പ്രവർത്തകന്മാരായ താജുദ്ദീനും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ കൂടെ വന്ന ഒരു ചെറുപ്പക്കാരനുമാണ്. ഈ ഞങ്ങൾ 4-5 ആളുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ സമയത്ത് അവർക്കൊക്കെ വേണ്ട പുറത്ത് ഒരു വരാന്തയുടെ ഒരു ഭാഗത്ത് നിർത്തി വെള്ളം മറ്റൊക്കെ ചെയ്തു കൊടുത്ത് അവിടുത്തെ എയർപോർട്ടിന്റെ ഉള്ളിൽ പോയി ഒരു സൗദിയുമായി അവിടുത്തെ അതോറിറ്റിയിൽപ്പെട്ട ഒരാളുമായും സംസാരിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവർക്ക് അദ്ദേഹം വന്ന് ഞങ്ങളോട് സംസാരിച്ച് കാര്യങ്ങൾ ചെയ്തു കൊടുക്കണമെന്നൊക്കെ നമുക്ക് സമാധാനം പറഞ്ഞു. അങ്ങനെയാണ് ഞങ്ങൾ 9 മണി സമയത്ത് അവർക്ക് നല്ല ഭക്ഷണം എത്തിച്ചു കൊടുക്കുന്നത്. ഭക്ഷണം എത്തിച്ചു കൊടുത്തതിനു ശേഷം പിന്നീടാണ് കുറച്ച് ആളുകളൊക്കെ അതിലുണ്ടായിരുന്ന ചിലരുടെ ഫാമിലിയിൽപ്പെട്ട ആളുകൾ ഇവിടെ ദമാമിലും കുബാറും ജുബയിലുമായിട്ടുണ്ട്. അവരിൽപ്പെട്ട കുറച്ച് ആളുകൾ അവിടെ എത്തുകയും അവരുമായി സംസാരിച്ചു. പിന്നെ ഏജന്റിൽപ്പെട്ട ആൾക്കാരെ വിളിച്ചു, മറ്റുള്ള ആളുകളൊക്കെ വിളിച്ചു, കാര്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ടിരുന്നു. പിന്നീടാണ് 2ാമത്തെ ബസ്സിന്റെ വരവിന്റെ വിവരം ഞങ്ങൾക്ക് കിട്ടുന്നത്. പക്ഷെ അതും 1:50 ആ ഫ്ലൈറ്റ്. അതോടൊപ്പം തന്നെ അത് രാത്രി വിട്ടത് 10 മണിക്കാണ്. മുമ്പത്തെ ദിവസം രാത്രി 10 മണിക്കാണ് 2ാമത്തെ ബാച്ച്. 53 ആളുകൾ അടങ്ങുന്ന ടീമായിരുന്നു. 53 ആളുകൾ ഉണ്ടായിരുന്നതിൽ ഇത് ആ ബസ്സിലുണ്ടായിരുന്ന അമീറിനോട് ചോദിച്ച കണക്കാണ് ഞാൻ പറഞ്ഞുള്ളത്. അങ്ങനെ ബസ്സിൽ 50 ആളുകളും 3 ആളുകളെ അവിടുത്തെ, അതായത് നേരത്തെ ICUയിൽ ഉണ്ടായിരുന്ന രോഗിയും അദ്ദേഹത്തിന്റെ ഭാര്യയും അതുപോലെ തന്നെ ഇവരുടെ സംഘത്തിൽ ഒരു അമീർ പെണ്ണുങ്ങളുണ്ടായിരുന്നു. ഇവര് 3 ആളുകളും അവരെ എത്രയും പെട്ടെന്ന് എത്തണമെന്ന് രോഗിയുടെ ആ കാര്യങ്ങളൊക്കെ കണ്ടതുകൊണ്ട് അവരെ അവിടുത്തെ ഒരു ടാക്സി പിടിച്ച് നമ്മുടെ പ്രവർത്തകന്മാർ ഇങ്ങോട്ട് അയച്ചു. അങ്ങനെ അവരുമായി നിരന്തരമായി ഞങ്ങൾ കോണ്ടാക്റ്റിലായിരുന്നു. ആ ടാക്സിയുടെ ഡ്രൈവറും കോണ്ടാക്റ്റിലുണ്ടായിരുന്നു. ഇവിടെ അമീറായ ആ പെണ്ണുങ്ങളും കോണ്ടാക്റ്റിലായിരുന്നു. അതുപോലെ തന്നെ ആ രോഗിയുടെ മകൻ, അദ്ദേഹം ദുബൈയിലാണുള്ളത്, അദ്ദേഹം എന്റെ കൂടെ കോണ്ടാക്റ്റിലായിരുന്നു. വാപ്പ ഇത്ര സമയത്ത് എത്തും, ഇങ്ങനെ വരുന്നുണ്ടൊക്കെ പറഞ്ഞ് എന്നോട് ഓരോ സമയത്തും അറിയിച്ചുകൊണ്ടിരുന്നു. മാത്രമല്ല വാപ്പാക്ക് ചില വസ്തുക്കൾ ആവശ്യമുണ്ട്, അതും ഉസ്താദ് വാങ്ങിക്കൊടുക്കണമെന്ന് പറഞ്ഞു. ഞാൻ എന്റെ കൂട്ടുകാരോട് പറഞ്ഞ് ദമാമിൽ നിന്ന് അതും വിളിപ്പിച്ചു. ഞങ്ങൾ റെഡിയായി നിൽക്കുമ്പോഴാണ് 11:25 ഈ ടാക്സി രോഗിയുമായി ടാക്സി എത്തുന്നത്. അങ്ങനെ അവരെ സ്വീകരിച്ച് പിന്നെ നേരെ കൗണ്ടറിൽ പോയപ്പോ 11:30 ആ കൗണ്ടറിൽ എത്തുന്നത് ഈ രോഗിയുമായിട്ട്. പക്ഷെ രോഗിയെ കൊണ്ടുപോകാനുള്ള വീൽ ചെയർ നമ്മുടെ ടിക്കറ്റിൽ ആഡ് ഇല്ലായിരുന്നു. ആദ്യം അവർ അസമ്മതിച്ചു. പിന്നീട് ഏജന്റുമായി പിന്നെ കോൺഫറൻസ് കോൾ ഉണ്ടാക്കി അവർ പെട്ടെന്ന് വീൽ ചെയർ ഉണ്ടാക്കി തന്നു. പിന്നീട് കൗണ്ടറിൽ എത്തിയപ്പോൾ ഈ അമീറായിരുന്ന പെണ്ണുകളുടെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. ആ പെണ്ണുകളുടെ പേര് സുബൈദ എന്നാണ്. പക്ഷെ അവിടെ ജുബൈദ എന്ന ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അതും പരിഹരിച്ചു കൊടുത്തു. 2ാമത്തെ സ്റ്റെപ്പിൽ ഈ രോഗിയുടെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് അവര് പിന്നെ ഒന്നും കൂടി അങ്ങോട്ട് മാറ്റിവെച്ചു.
അങ്ങനെ നിരന്തരമായി അവിടുത്തെ സൗദിയുമായി ബന്ധപ്പെട്ട് ഏകദേശം 1 മണിക്കൂറോളം ആ കൗണ്ടറിൽ നാം അങ്ങോട്ടും ഇങ്ങോട്ട് ഓടി നടക്കേണ്ടി വന്നു. അപ്പോഴാണ് 12:30 ആകുന്നത്. ആ സമയത്ത് ഈ 3 ആളുകൾ വിടുന്നത് ഒരു കൂട്ടത്തിലുള്ള ടിക്കറ്റ് ആയിരുന്നു അവരുണ്ടായിരുന്നത്. അപ്പോൾ ഗ്രൂപ്പ് ടിക്കറ്റ് ആയിരുന്നു. അപ്പോഴാണ് അവിടുത്തെ സൗദിക്കാരൻ ഒരു ചെറുപ്പക്കാരൻ ചോദിക്കുന്നത്, നിങ്ങളുടെ കൂട്ടത്തിൽ ഇനി 50 ആളുകൾ വരാനുണ്ട്, എവിടെയാണ്? നമ്മുടെ കൗണ്ടർ ക്ലോസ് ആവാൻ പോവുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, അവർ വന്നുകൊണ്ടിരിക്കുന്നു, ഒന്ന് വെയിറ്റ് ചെയ്യണം. അവർ പറഞ്ഞു പറ്റൂല, 12:30ക്കാണ് നമ്മുടെ കൗണ്ടർ ക്ലോസ്. അപ്പൊ ഞാൻ പറഞ്ഞു, ആ ബസ്സിലുള്ള അമീറാണ് ബഹുമാനപ്പെട്ട പരപ്പ് സക്കാഫി ഉസ്താദ്. അദ്ദേഹത്തിന് വാട്സപ്പിൽ ഞാൻ ബന്ധപ്പെട്ടു, വോയിസ് അയക്കാൻ പറഞ്ഞു. ആ വോയിസിനെ അദ്ദേഹത്തിന് കേൾപ്പിച്ചു. അദ്ദേഹത്തിനോട് 10 മിനിറ്റ് പറഞ്ഞു, പിന്നീട് 10 മിനിറ്റ് പറഞ്ഞു. അങ്ങനെ 12:50 വരെ അവർ കൗണ്ടറിൽ കാത്തിരുന്നു. 12:52 അവർ പറഞ്ഞു ഇനി നമ്മൾക്ക് നിൽക്കാൻ പറ്റൂല എന്ന് പറഞ്ഞ് ക്ലോസ് ചെയ്ത് അവർ അങ്ങോട്ട് പോയി. പക്ഷെ ഇവർ എത്തുന്നത് 1:20 ഇവരുടെ ബസ് റീച്ച് ആകുന്നത്. 1:30 കൗണ്ടറിന്റെ ഭാഗത്തേക്ക് ഉസ്താദ് ഓടിയെത്തുകയും അതേ സമയത്ത് നമ്മുടെ നേതാവായ മുഹമ്മദ് ബലപ്പെട്ടു ഇൻഡിഗോ ഓഫീസുമായി, അതിലാരോ അദ്ദേഹത്തിന് പരിചയക്കാരനുണ്ട്, അവരുമായി ബന്ധപ്പെട്ടവൾ അവർ പറഞ്ഞു 20 മിനിറ്റ് ഇപ്പോൾ ഓൾറെഡി അവർ വെയിറ്റ് ചെയ്തിരുന്നു, ഇനി ചെയ്യാൻ പറ്റൂല എന്ന നിർദ്ദേശം തന്നിട്ടുണ്ട്, എന്നും ചെയ്യാൻ പറ്റൂല എന്ന് പറഞ്ഞു. ഇതിന്റെ ഇടയിലായിരുന്നു ഈ ഏജന്റുമാരിലേക്ക് ഡീലറായിരുന്ന ഒരു മലയാളി സുഹൃത്ത്. അദ്ദേഹം എന്നോട് നിരന്തരമായ സമ്പർക്കത്തിലായിരുന്നു. കാരണം 1-2 ഫാമിലികൾ അദ്ദേഹത്തെ ബന്ധപ്പെട്ട് ടിക്കറ്റിന്റെ കാര്യങ്ങൾ ചോദിച്ചു. അങ്ങനെ ഒരു 4 ആളുകൾക്ക് അദ്ദേഹം ടിക്കറ്റ് എടുത്തു, എന്റെ വാട്സപ്പിൽ അയച്ചു തന്നു, ഞാനത് എടുത്തു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഈ രോഗികളെ അയച്ചതിന് ശേഷം ഇവരും വന്നു. ഇവരുടെ ബസ് ഫ്ലൈറ്റും മിസ്സായപ്പോൾ ഈ വന്ന 50 ആളുകളും നേരത്തെ ഉണ്ടായിരുന്ന 33 ആളുകളും മൊത്തത്തിൽ 80 ചില്ലാനം ആളുകൾ നമ്മുടെ എയർപോർട്ടിൽ ബാക്കിയായി. ഈ നേരത്തെ വന്നിരുന്ന 33 ആളുകൾക്കും ഉച്ചയിലെത്തിയ 50 ആളുകൾക്ക് 83 ആളുകൾക്ക് ഭക്ഷണത്തിന്റെ വ്യവസ്ഥകൾ ഉണ്ടാക്കിയപ്പോൾ നമ്മുടെ കൂട്ടുകാരായ ജുബൈലിലെ സ്കൈ വാൾക്കിന്റെ ചെറുപ്പക്കാർ യൂനുസ് ആൻഡ് ടീമാണ് നമ്മൾ ഭക്ഷണത്തിന് ഓഫർ ചെയ്തത്. അങ്ങനെ ഭക്ഷണമൊക്കെ കൊടുത്ത് ആ സമയത്ത് അതിനു മുമ്പ് തന്നെ നമ്മുടെ നമ്പറിലേക്ക് ഈ വന്നവരിൽ നിന്ന് ചില ആളുകൾ ഫാമിലിയിൽ ബന്ധപ്പെട്ട് കുറച്ച് ആളുകൾ ടിക്കറ്റ് ഒക്കെ എടുത്ത് 2-3 ആളുകൾ അതേ ഉച്ചത്തെ ഫ്ലൈറ്റിൽ യാത്ര തിരിച്ചിരുന്നു. പിന്നീട് ഇവർക്കൊക്കെ ഭക്ഷണമൊക്കെ കൊടുത്ത് എല്ലാം റെഡിയായി ഒന്നുകൂടി അവരെ കൊണ്ടുവന്ന് താഴെ ഒരു ഭാഗത്ത് എയർപോർട്ടിൽ ഇരുത്തി. ആ സമയത്താണ് 3ാമത്തെ ബസ്സിന്റെ വരവ് നമ്മളിലേക്ക് കിട്ടുന്നത്. 3ാമത്തെ ബസ് അവിടുന്ന് വിട്ടാൽ തന്നെ നമുക്ക് വലിയൊരു കോണ്ടാക്ട് ഇല്ലായിരുന്നു. അടുത്തെത്തുന്നത് ഒരു കോണ്ടാക്റ്റിലായപ്പോ ഈ ബസ് ഡ്രൈവർ ഏകദേശം 10 കിലോമീറ്റർ ദൂരെ ബസ് നിർത്തി അങ്ങോട്ട് വരാൻ പറ്റൂല, എയർപോർട്ടിലേക്ക് വരാൻ പറ്റൂല, കാരണം ഞങ്ങൾക്ക് വാടക കിട്ടിയിട്ടില്ല എന്നുള്ള ആരോപണം ഉണ്ടായി. അപ്പോഴാണ് നമ്മുടെ സ്കൈ വാൾക്കിന്റെ ചെറുപ്പക്കാരും KCFന്റെ നേതാക്കളും നേരെ ബസ്സിന്റെ അടുത്ത് പോയി അദ്ദേഹത്തോട് സംസാരിച്ച് ചെറിയൊരു തുക അദ്ദേഹത്തിന് കൊടുക്കുകയും അവരെ ഡ്രൈവറിനെ കൺവിൻസ് ചെയ്ത് അദ്ദേഹത്തിന് ചെറിയൊരു തുക കൊടുക്കുകയും ബസ് നേരെ എയർപോർട്ടിലേക്ക് കൊണ്ടുവരികയും ചെയ്തു. അങ്ങനെ അവർ കൃത്യം 5:45 നമ്മുടെ എയർപോർട്ടിലെത്തി. അങ്ങനെ 6 മണിയാകുമ്പോൾ എല്ലാവരും കൗണ്ടറിലെത്തി. 6:15 ആകുമ്പോഴേക്ക് കൗണ്ടറിൽ ഒരാൾ വന്ന് പറഞ്ഞു, നിങ്ങൾ പോകുന്ന 9:20 ഫ്ലൈറ്റ് ഡിലേ ആണ്, നാളെ രാവിലെ 5:30 മണിക്കാണ് നിങ്ങളുടെ ഫ്ലൈറ്റ്, അതുകൊണ്ട് നിങ്ങൾ എവിടെയും കാണാൻ പാടില്ല, താഴെ അണ്ടർഗ്രൗണ്ടിൽ ഒരു സ്ഥലമുണ്ട്, അവിടെ പോയി ഇരുന്നാൽ മതി എന്ന്, സെക്കൻഡ് ഫ്ലോറിൽ അവിടെ പോയി ഇരിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ അവരെല്ലാരും കൂട്ടി ഈ നേരത്തെ വന്ന 2 സംഘത്തെയും ഇവരെയും താഴെ ഒരു സ്ഥലം അവർ കാണിച്ചു തന്ന സ്ഥലത്ത് കൊണ്ടുവന്ന് വരെ ഇരുത്തി. പിന്നീടാണ് ഞങ്ങൾ ടിക്കറ്റിനുള്ള വെപ്രാളം തുടങ്ങുന്നത്. എന്തെങ്കിലും ചെയ്ത് ഇവരൊന്ന് നാട്ടിലേക്ക് എത്തിക്കണമെന്ന ആ ഒരു മനോഭാവത്തിൽ. കാരണം ഹജ്ജാജികളിൽ പലരും പെണ്ണുങ്ങളും അതുപോലെ തന്നെ വയസ്സായവരൊക്കെ രോഗികളാണ്. പലർക്കും പനി, അതുപോലെ തന്നെ ജലദോഷം, കുഞ്ഞുങ്ങളുണ്ടായിരുന്നു, പല രീതിയിലുള്ള ആളുകളുണ്ടായിരുന്നു. അതിനെ കൂടെ ഞങ്ങളെ കൂടെ ആ സമയത്ത് ഉച്ച സമയത്ത് ഒരുപാട് ആളുകൾ നമ്മുടെ DKC പ്രവർത്തകനായ ഹമീദ് കോബാറിൽ നിന്നും അതുപോലെ തന്നെ മറ്റുള്ള ചെറുപ്പക്കാരൊക്കെ സ്കൈ വാൾക്കിന്റെയും ഒരുപാട് ചെറുപ്പക്കാർ, ഞങ്ങൾക്ക് അവരെ അത്ര പരിചയമില്ലാത്തതുകൊണ്ട് പറയാൻ കിട്ടുന്നില്ല, വന്നിരുന്നു. ഞങ്ങളൊക്കെ സഹകരിച്ച് എല്ലാവർക്കും വേണ്ടുന്ന രീതിയിൽ. പക്ഷെ ഈ വന്ന ചെറുപ്പക്കാരിൽ നിന്ന് കുറച്ചാളുകളൊക്കെ അവരുടെ ഫാമിലിയിൽപ്പെട്ട ആളുകൾ ഈ സംഘത്തിലുണ്ടായിരുന്നു. അവരുമായി കണക്ട് ആയിട്ടാണ് അവർ വന്നത്. അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്യുന്നു, ടിക്കറ്റിനുള്ള ഇവരെ എന്തെങ്കിലും ചെയ്ത് നാട്ടിലേക്ക് അയക്കണം എന്ന് വിചാരിച്ച് നമ്മുടെ ഹമീദ് 1-2 ആളുകൾ ഇങ്ങനെ വിളിച്ച് ടിക്കറ്റ് എടുക്കാൻ തുടങ്ങി. ഞങ്ങളും നമ്മുടെ ഭാഷ അതുപോലെ തന്നെ നമ്മുടെ പ്രവർത്തകർ കുറെ ആളുകൾ സമീം ഇങ്ങനെ ആൾക്കാരുമായി ബന്ധപ്പെടുകയും അതുപോലെ തന്നെ ജെയ്ത്തൂൻ ഓണർ സാദിഖ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനും എല്ലാവരും ടിക്കറ്റിനുള്ള പ്രാർത്ഥന തുടങ്ങി. അതുപോലെ തന്നെ രോഗികളായ ആളുകൾക്ക് അവിടെ മെഡിസിന്റെ വ്യവസ്ഥകൾ ഉണ്ടാക്കുകയും
കുറച്ച് സ്ത്രീകൾക്ക് അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾക്കുള്ള വ്യവസ്ഥകൾ ബുദ്ധിമുട്ടായപ്പോൾ അതിനും അവരെ കൊണ്ടുവന്ന് പിന്നെ ദമാമിലേക്ക് റൂമിലേക്ക് മാറ്റി. അവർക്ക് പിറ്റേ ദിവസം രാത്രിയും പിറ്റേ ദിവസം ഉച്ചക്കുമായിരുന്നു ഫ്ലൈറ്റ്. അവർക്കുള്ള മെഡിസിന്റെ വ്യവസ്ഥകളും റൂമിന്റെ വ്യവസ്ഥകളൊക്കെ ദമാമിൽ കൊണ്ടുവന്ന് ചെയ്തു കൊടുത്തിരുന്നു ബഹുമാനപ്പെട്ട നമ്മുടെ അസീസ് ഉസ്താദ് കുത്താറിന്റെ നേതൃത്വത്തിൽ. അങ്ങനെ അതോടൊപ്പം തന്നെ ഒരുപാട് ആളുകൾ പല നിലക്കും സഹായിച്ചിട്ടുണ്ട്. ഈ വന്ന യാത്രാ സംഘത്തിലെ അവസാനം വന്ന 51 ആളുകളുടെ ടിക്കറ്റ് മാത്രമായിരുന്നു അവരുടെ കയ്യിൽ പെർഫെക്റ്റ് ആയി ഉണ്ടായിരുന്നത്. മറ്റു 2 ബസിന്റെയും ആളുകളുടെ ടിക്കറ്റുകൾ നഷ്ടപ്പെട്ടു. അപ്പൊ ഇത്ര ആളുകൾക്കുള്ള ടിക്കറ്റ് ഞങ്ങൾ ഇങ്ങനെ സ്വരൂപിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്തു, ആ വന്ന ആളുകളുടെ ചില ആളുകളുടെ ഫാമിലികളായ ആളുകൾ ഫാമിലിയുമായി നമ്മളോട് കോൺടാക്ട് ചെയ്തു, ടിക്കറ്റുകൾ തന്നു. അതുപോലെ തന്നെ ഒരുപാട് ഇവിടുത്തെ ബിസിനസ്മാൻ ആളുകളും അതുപോലെ തന്നെ മറ്റു ചില ആളുകളൊക്കെ നമുക്ക് ഈ മറ്റുള്ള ടിക്കറ്റിനുള്ള സഹായം ചെയ്തു. അതിൽ ആദ്യമായി നമ്മെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് നമുക്ക് ബാക്ക് ബോണായി വന്നത് നമ്മുടെ ടേബിൾ ഫോർ മുബീൻ സാറാണ്. അതുപോലെ തന്നെ സ്കൈ വാൾക്ക് ചെറുപ്പക്കാർ, അതുപോലെ ഗോൾഡൻ ടവർ, റൈസ് ഹാജ്, അതുപോലെ തന്നെ സെയ്ത്തൂൻ, DKC ലീഡേഴ്സ് ആത്തിം ഹാജി, അതുപോലെ തന്നെ അജില മുഗർ അബൂക്കർ, അതുപോലെ തന്നെ മൽനാട് സത്താർ, അതുപോലെ തന്നെ അസീസ് ഉസ്താദ്, അതുപോലെ DKCയിലെ ചില നേതാക്കന്മാർ, ഇവരെല്ലാം കൂടിയിട്ടാണ് നമ്മുടെ കമറടി സാറ്, അങ്ങനെ ഇവരൊക്കെ കൂടിയിട്ടാണ് നമ്മുടെ ഈ ടിക്കറ്റിനുള്ള നമുക്ക് സപ്പോർട്ടായിട്ട് ടിക്കറ്റ് തരാൻ വേണ്ടി മുന്നോട്ട് വന്നത്. ഈ ടിക്കറ്റ് സ്വരൂപിക്കാൻ വേണ്ടി എടുക്കാൻ വേണ്ടി നമ്മളോട് സഹകരിച്ചത് ജുബൈലിലെ ഫോർട്ട് വേ ഫാറൂഖ് ഹാജി കന്യാണ്. അദ്ദേഹമാണ് രാത്രി അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി 9 മണി കഴിഞ്ഞാലും നമുക്ക് എത്രയും പെട്ടെന്ന് ഹജ്ജാജികൾ, പ്രത്യേകിച്ചും രോഗികൾ, അതുപോലെ തന്നെ ചെറിയ കുട്ടികളൊക്കെ ഉള്ളതല്ലേ, നമുക്ക് ബാക്കി കാര്യങ്ങൾ പിന്നീട് സംസാരിക്കാന്ന് പറഞ്ഞ് അദ്ദേഹം നിരന്തരമായി ഓരോ പാസ്പോർട്ടുകൾ അയക്കുന്നതോടെ പെട്ടെന്ന് ടിക്കറ്റ് എടുത്ത് നമ്മളെ വളരെ നല്ല രീതിയിൽ സഹായിച്ചു. അങ്ങനെയാണ് മറ്റുള്ള ആളുകൾക്ക് എല്ലാ രീതിയിലും പെട്ടെന്ന് ടിക്കറ്റ് കാര്യങ്ങളൊക്കെ സ്വരൂപിക്കാൻ കഴിഞ്ഞത്. ഞങ്ങൾ ഈ ടിക്കറ്റുകളും മറ്റൊക്കെ സ്വരൂപിക്കുന്നതിനിടയിൽ അവിടെ ഉണ്ടായിരുന്ന വയസ്സായ പെണ്ണുങ്ങളും ഉമ്മമാരും അതുപോലെ വയസ്സായ ആളുകളും ഒക്കെ ഞങ്ങളോട് പറഞ്ഞിരുന്നത്, ഞങ്ങൾ ഭക്ഷണത്തിന്റെ കാര്യങ്ങളൊക്കെ അവരോട് ചോദിക്കുമ്പോൾ അവർ പറഞ്ഞു തരുന്നത്, ഉസ്താദേ ഞങ്ങൾക്ക് ഭക്ഷണമൊന്നും വേണ്ട, നിങ്ങൾ കഷ്ടപ്പെടുന്നതൊക്കെ ഞങ്ങൾ കാണുന്നുണ്ട്, നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും നാട്ടിൽ ഒന്ന് എത്തണം, അത് നിങ്ങൾ കഴിയോ എന്ന് ഇങ്ങനെ ചോദിക്കുമ്പോഴാണ് നമുക്ക് വല്ലാത്ത വിഷമമുണ്ടായിരുന്നത്. ഏതുമാവട്ടെ ആ ടിക്കറ്റുകളൊക്കെ ഇത്ര ആളുകൾ സ്പോൺസർ ചെയ്താലും അതിന്റെ തർത്തീബുകൾ ഫാറൂഖ് സാർ ചെയ്തു തന്നത് നമ്മുടെ KCF ദമാം സോണിലെ സാന്ത്വന വിഭാഗത്തിന്റെ ചെയർമാൻ ആയിരുന്ന നമ്മുടെ ഭാഷാ ഗംഗാവലിന്റെ കയ്യിലേക്കാണ്. അദ്ദേഹം ഇത് നമ്മുടെ ഈ കൂട്ടത്തിൽ വന്ന വയസ്സന്മാരിൽ പലരും മൊബൈൽ സംവിധാനങ്ങൾ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് അവർക്ക് അതിന്റെ പ്രിന്റ് കോപ്പി രാത്രി 12 മണിക്ക് സമയത്ത് എയർപോർട്ടിൽ നിന്ന് ദമാമിലേക്ക് അയച്ചു കൊടുത്ത നമ്മുടെ പ്രവർത്തകന്മാർ അവരിൽ നിന്ന് പ്രിന്റ് കോപ്പി എടുത്ത് അവരുടെ കയ്യിൽ കൊടുത്തതാണ്. അങ്ങനെയാണ് അതിന്റെ ഒരുപാട് രേഖകളൊക്കെ, എല്ലാ വിധത്തിലുള്ള രേഖകൾ നമ്മുടെ കയ്യിലുണ്ട്. ഇങ്ങനെയാണ് ആ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തത്. ഈ അതേ സമയത്ത് തന്നെ നമ്മളെ സഹായിക്കാനും സഹകരിക്കാനും നമ്മുടെ ദമാം KCFന്റെ പ്രവർത്തകന്മാർ, അതുപോലെ തന്നെ ജുബൈലിൽ നിന്ന് നമ്മുടെ KCFന്റെ പ്രവർത്തകന്മാർ പാതിരാത്രിയിൽ വന്ന് നമ്മളെ ഇവിടെ ദമാമിലേക്ക് എത്തി സഹായിച്ചിട്ടുണ്ട്. ഒരുപാട് മറ്റു സംഘസംസ്ഥകളിലെ പ്രവർത്തകന്മാരും നേതാക്കന്മാരും എല്ലാവരും ഒത്തൊരുമയോടുകൂടെ അവിടെ വന്നിരുന്നു. അതുപോലെ തന്നെ ഇതിന്റെ ഇടയിൽ ചില സോഷ്യൽ മീഡിയ വർക്ക് വേണ്ട ആൾക്കാരും വന്ന് ചില വീഡിയോകളൊക്കെ ചെയ്തിരുന്നു. ഞങ്ങൾ ഇതൊക്കെ ചെയ്തത് ഇങ്ങനെയുള്ള വീഡിയോകൾ വരാനോ അല്ലെങ്കിൽ പത്രക്കാർ വരാനോ ഒന്നുമല്ല. നാം ഹജ്ജാജികളെ അവരുടെ കഷ്ടപ്പാടുകൾ അറിഞ്ഞുകൊണ്ട്, നേരത്തെ ഞാൻ പറഞ്ഞ മദീന മുതൽ ഇതുവരെയുള്ള ആ ദിവസങ്ങൾ, നമ്മുടെ അവസാനത്തെ ഒരു സംഘം ഇന്നലെ രാത്രിയാണ്, ഏകദേശം 4 ആളുകൾ ഇന്നലെ രാത്രിയാണ് അവരുടെ ടിക്കറ്റ് പെണ്ണുങ്ങൾക്ക് ഇന്നലെ രാത്രിയാണ് നാം അവരെ നാട്ടിലേക്ക് അയച്ചു കൊടുത്തത്. അതും ചിലർക്ക് അറിയില്ലായിരുന്നു. ഇതുമാവട്ടെ എല്ലാം അല്ലാഹു തആല കബൂൽ ചെയ്യട്ടെ. ഇതൊക്കെ നാം ഇവിടെ സമർപ്പിച്ചത് നമ്മുടെ പ്രവർത്തനത്തിന് ഒരുപാട്, ഇത് നേരത്തെ പറഞ്ഞ ആളുകൾ ഒരുപാട് ബിസിനസ്മാൻ ആളുകളും അല്ലാത്തവരും നമ്മുടെ ഹിതൈഷികളാണ്, നമ്മളെ സഹായിക്കുന്നവരാണ്. നമ്മുടെ സംഘടനയ്ക്ക് വേണ്ടി ഏത് സമയത്ത് നാം പോയാലും നമ്മളെ വെറുതെ വിടാതെ നമ്മളെ സഹായിക്കുന്ന ആളുകളാണ്. ഇവരിലേക്ക് ഇങ്ങനെയുള്ള അപപ്രചാരങ്ങൾ, ആർട്ടിക്കിളുകളും വോയിസുകളൊക്കെ വന്നപ്പോൾ അവർക്ക് എന്തെങ്കിലും തോന്നിപ്പോകണ്ട എന്ന് വിചാരിച്ചാണ്
ഇതിന്റെ ഒരു സത്യാവസ്ഥ ആളുകളെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ സമയത്ത് ഇങ്ങനെ ഒരു വീഡിയോയിൽ വന്നത്. എല്ലാം അല്ലാഹു തആല നമ്മളിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ. ഇതിന്റെ തക്കതായ പ്രതിഫലം ഇതിനു വേണ്ടി സഹായിച്ച, സഹകരിച്ച, പ്രവർത്തിച്ച, ഓടി നടന്ന എല്ലാവർക്കും അല്ലാഹു തആല ദുനിയാവിലും ആഖിറത്തിലും നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാരോടും ഏത് സന്ദർഭങ്ങളിലും ഏത് വിഷയത്തിലും എന്തെങ്കിലും നിങ്ങൾക്ക് സംശയങ്ങളോ അല്ലെങ്കിൽ തർക്കങ്ങളോ വന്നാൽ നേരിട്ട് ആ സംഘടനയുമായി, അത് ഏത് സംഘടനയുമാവട്ടെ, ആ സംഘടനയുടെ പ്രവർത്തകന്മാരോ നേതാക്കന്മാരുമായി ബന്ധപ്പെട്ട് അതിനെ ശരിപ്പെടുത്തണമെന്നും, അതല്ലാതെ ആരെങ്കിലും പറഞ്ഞത് കേട്ടോ അല്ലെങ്കിൽ വേറെന്തോ കേട്ടോ അപപ്രചാരങ്ങൾ ഉണ്ടാക്കാതെ, മറ്റുള്ളവർക്ക് വിഷമം ഉണ്ടാക്കുന്ന പ്രവർത്തനങ്ങൾ ഉണ്ടാക്കാതെ നല്ല രീതിയിൽ നാം ഇവിടെ ജീവിക്കുമ്പോൾ നന്മകൾ ചെയ്ത് നല്ലവരായി ജീവിച്ചു മരിക്കാൻ അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അതോടൊപ്പം തന്നെ നമ്മുടെ എല്ലാ ആളുകളോടും റിക്വസ്റ്റ് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള ആളുകളെ ബുദ്ധിമുട്ടാക്കുന്ന രീതിയിലുള്ള യാതൊരു ഹജ്ജ് ഉംറ ഗ്രൂപ്പിന്റെ കൂടെ നിങ്ങൾ ഒരിക്കലും ഇങ്ങനെയുള്ള ഒരു സിയാറത്തിന് മുതിരരുത് എന്ന് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ചെയ്തവർക്കൊക്കെ അല്ലാഹു തആല പുറത്തു കൊടുക്കട്ടെ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.